2026 ജൂലൈ 8 സിറാജ് എഡിറ്റോറിയൽ. ഹമാസ് ഭരണമൊഴിഞ്ഞു, ഇനി എന്ത്? ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യാ ആക്രമണം വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷവും തുടരുന്ന സാഹചര്യത്തിൽ ഏറെ നിർണായകമായ രാഷ്ട്രീയ നീക്കം നടത്തിയിരിക്കുകയാണ് ഹമാസ്. കഴിഞ്ഞ 2 ദശാബ്ദമായി ഗസ മുനമ്പിന്റെ ഭരണം കൈയാളുന്ന ഹമാസ് ആ ദൗത്യം തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഭരണസമിതി പിരിച്ചുവിട്ടതായും സിവിൽ ഭരണം നടപ്പാക്കുന്നതിനായി ടെക്നോക്രാറ്റിക് സമിതിക്ക് അധികാരം കൈമാറാൻ തയ്യാറാണെന്നും ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഹമാസിന്റെ തീരുമാനത്തെ UN സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഗസയിലും ഫലസ്തീനിലാകെയും സമ്പൂർണ്ണ സമാധാനം സാധ്യമാകാനും നിർഭയ ജീവിതത്തിലേക്ക് ആ ജനത തിരിച്ചുവരാനുമുള്ള ചുവടുവെപ്പായാണ് ഹമാസിന്റെ ഭരണ പിന്മാറ്റത്തെ UN വിലയിരുത്തുന്നത്. ഹമാസിനെ നിരായുധീകരിക്കാതെ ഗസയിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് ലോകത്തെയാകെ വെല്ലുവിളിച്ച് അതിക്രൂരമായ ആക്രമണം തുടരുന്ന ഇസ്രായേലിന് നേരെയുള്ള തന്ത്രപരമായ നീക്കമായി വേണം ഇതിനെ കാണാൻ. ഹമാസ് ഭരണമൊഴിഞ്ഞതോടെ ആ പേര് പറഞ്ഞ് അധിനിവേശം തുടരാൻ ഇസ്രായേലിന് സാധിക്കില്ല. അമേരിക്കൻ മുൻകൈയിൽ രൂപം കൊണ്ട സമാധാന പദ്ധതി നടപ്പാക്കാനുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയെന്നത് നെതന്യാഹു ഭരണകൂടത്തിന് ഇനി അത്ര എളുപ്പമാകില്ല. കൂടുതൽ ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് സാഹചര്യമൊരുക്കുകയാണ് ഹമാസ് ചെയ്തത്. ഐക്യരാഷ്ട്രസഭയും അമേരിക്കയടക്കമുള്ള ശക്തികളും ഇസ്രായേലിനെ നിലക്കു നിർത്താനുള്ള നട്ടെല്ലുറപ്പ് കാണിക്കുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. UN-ന് ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഹമാസ് ഭരണമൊഴിയുന്ന ഗസയിൽ UN പിന്തുണയോടെയുള്ള സംവിധാനമാണല്ലോ വരാൻ പോകുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിന്റെയും സമാധാന ഉടമ്പടിയുടെയും മുന്നോട്ടുള്ള നടത്തിപ്പിന് കളമൊരുക്കുകയാണ് ഹമാസ് ചെയ്തിട്ടുള്ളത്. നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗസ NCAG ആയിരിക്കും ഇനി ഗസയുടെ ഭരണം നിർവഹിക്കുക. 2 വർഷത്തിലേറെ നീണ്ട കൂട്ടക്കൊലയ്ക്കും അധിനിവേശത്തിനുമൊടുവിൽ നിലവിൽ വന്ന സമാധാന ഉടമ്പടിയുടെ ഭാഗമായാണ് ഈ സമിതി രൂപവൽക്കരിച്ചത്. 20 ഇന സമാധാന പദ്ധതിയുടെ ഭാഗമായി UN രക്ഷാസമിതിയുടെ 2803 പ്രമേയപ്രകാരം ഈ വർഷം ജനുവരിയിലാണ് NCGA രൂപവൽക്കരിച്ചത്. ആവശ്യമായ സംവിധാനങ്ങളും അനുകൂല സാഹചര്യവും ഒത്തുവന്നാൽ 15-അംഗ സമിതി ചുമതലയേൽക്കാൻ തയ്യാറാണെന്ന് NCAG മേധാവി അലി ഷാത്ത് പ്രതികരിച്ചിട്ടുണ്ട്. നിലവിൽ കൈറോ ആസ്ഥാനമായാണ് NCAG പ്രവർത്തിക്കുന്നത്. സമിതി അംഗങ്ങൾ ഗസയിൽ പ്രവേശിക്കുന്നത് ഇസ്രായേൽ തടസ്സപ്പെടുത്തിയതോടെയാണിത്. ഹമാസ് ഭരണത്തിൽ നിന്ന് പിന്മാറിയതോടെ ഗസയുടെ ഭാവിയെക്കുറിച്ച് കൂടുതൽ ചർച്ച നടക്കുമെന്നും ഏറെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇതെന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. 2006 പൊതു തെരഞ്ഞെടുപ്പിലെ വിജയത്തിനു ശേഷം 2007 ഫത്തയിൽ നിന്ന് അധികാരം കൈയേറ്റത് മുതൽ ഹമാസാണ് ഗസ ഭരിക്കുന്നത്. വെടിനിർത്തൽ കരാർ പാലിക്കാൻ കൂട്ടാക്കാത്ത ഇസ്രായേലിലെ സയനിസ്റ്റ് ഭരണകൂടം ഹമാസിന്റെ ഈ നീക്കത്തെ കൗശലമെന്നാണ് വിശേഷിപ്പിച്ചത്. ദിനംപ്രതി കുഞ്ഞുങ്ങളെയടക്കം കൊന്നുതള്ളുകയും ജീവൻ നിലനിർത്താനുള്ള വെള്ളവും ഭക്ഷണവും വരെ തടയുകയും ആശുപത്രികൾ തകർക്കുകയും ചെയ്യുന്ന നെതന്യാഹുവിന്റെ സൈന്യം ഇപ്പോൾ തന്നെ ഗസയുടെ സിംഹഭാഗവും വരുതിയിലാക്കിയിട്ടുണ്ട്. ഹമാസ് ഭരണരംഗത്ത് നിന്ന് പിൻവാങ്ങുകയും NCAGയുടെ നിയന്ത്രണം വരികയും ചെയ്താൽ കൂടുതൽ അധിനിവേശത്തിലേക്കാകുമോ അത് നയിക്കുകയെന്ന ആശങ്കയാണ് ഉയരുന്നത്. സംയുക്ത സമിതി അംഗങ്ങളെ ഗസയിൽ കാലുകുത്താൻ അനുവദിക്കാത്ത ഇസ്രായേൽ അവരെ സുഗമമായി ഭരിക്കാൻ വിടുമോ? ഗസയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന് പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം കൊടുക്കുന്ന ബോർഡ് ഓഫ് പീസിന്റെ നിയന്ത്രണത്തിലാണ് ഈ NCAG പ്രവർത്തിക്കുക. ഗസയിലെ മനുഷ്യരുടെ ജീവിതം സുരക്ഷിതമാക്കാനും പുനർനിർമ്മാണം സാധ്യമാക്കാനുമുള്ള അധികാരം ഈ സമിതിക്ക് കൈവരുമോ? പുതുതായി നിലവിൽ വന്ന ടെക്നോക്രാറ്റിക് ഭരണകൂടത്തിൽ എല്ലാ ഫലസ്തീൻ ഗ്രൂപ്പുകൾക്കും ഇടമുണ്ടാകുമോ? അധിനിവേശ ആക്രമണം അവസാനിപ്പിക്കാനും ഗസയ്ക്ക് മേലുള്ള ഉപരോധം നീക്കി സ്വസ്ഥ ജീവിതം അനുവദിക്കാനും ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്താനുള്ള
ആജ്ഞാശക്തി ഡൊണാൾഡ് ട്രംപിന് ഇപ്പോഴില്ലെന്ന് ഇറാനുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ കാര്യത്തിൽ ലോകം കണ്ടതാണ്. ലബനാന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ട്രംപ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നെതന്യാഹു തയ്യാറായിട്ടില്ല. ഗസ സമാധാന പദ്ധതിയുടെ ഒന്നാം ഘട്ടമായ വെടിനിർത്തലും സൈനിക പിന്മാറ്റവും ഇസ്രായേൽ പാലിച്ചിട്ടില്ല. എന്നിട്ടും രണ്ടാം ഘട്ടമായ ഹമാസിന്റെ നിരായുധീകരണത്തെക്കുറിച്ചാണ് സയനിസ്റ്റ് രാഷ്ട്രം സംസാരിക്കുന്നത്. ഏതായാലും ഗസയുടെ സുരക്ഷാ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്.